ഫിഫ പ്രസിഡന്റ് ആയിട്ടുള്ള ജിയാനി ഇൻഫാന്റിനോ മാച്ചിന് ശേഷം മെസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമായിരിക്കും, ഐ ആം സോറി ഫോർ ദിസ് ട്രബിൾ ബ്രദർ. കളി ചിലപ്പം ഗ്യാപ്പാവാതെ തൊട്ടിട്ടുണ്ടാവും, പക്ഷേ സെക്കൻഡ് ഹാഫ് മുതൽ അർജന്റീന പ്ലേയേഴ്സിനെ ട്രൗസറിൽ മുള്ളിച്ചിട്ടുണ്ടാവും. അമ്മാതിരി കോൾ പെർഫോമൻസ് എടാ. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അർജന്റീന ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ബിഗ് മാച്ച് ചെയ്തിട്ടില്ലാന്ന്. അങ്ങനെ ഒരു ബിഗ് മാച്ച് നേരിടുന്ന സമയത്ത് പോലെ കൂടുതൽ അഗ്രസീവ് ആവും, കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഡിസിപ്ലിനറി ആയിട്ട് മാച്ച് കളിച്ചതാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ടീമിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ജയിക്കാനും പറ്റുന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ പടച്ചും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെകുത്താൻ കയറി ചൈ ചെയ്യണ്ടാവും. ആ മന്ത്രവാദിൻ്റെ സാധനം കേട്ടിട്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു പോയി നടക്കുക പോകത്തെ ശരിക്കും റൗണ്ട് ഓഫ് 16 ഇവർ കയറിപ്പോയിരുന്നു. ആ ടൈപ്പ് പെർഫോമൻസ് കുറച്ചൊരു ടൈമിലേക്ക് അർജന്റീന സ്റ്റക്കായി നിന്ന് പോയിട്ടുള്ളതായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക്. അത് ഇപ്പം ആരും സമ്മതിച്ചല്ല പറയുന്ന സമയത്ത് ജയിച്ച് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അങ്ങനെ തന്നെയാണ് നാട്ടിലെ ക്ലബിൻ്റെ അവിടെയൊക്കെ അങ്ങനെ തന്നെ ഉള്ളത്. സ്തംഭിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം 112 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷമാണ് തൊള്ള തുറക്കാൻ തുടങ്ങി. അതുവരെ സ്റ്റക്കായി എന്നുള്ളത് തന്നെയാണ്. പേടിച്ചു ഉള്ള കുറച്ച് കുറേ ആൾക്കാർ ട്രൗസറിലൊക്കെ മുള്ളിയിട്ടാണ് തിരിച്ചു പോയത്. അത്രേ ഉള്ളൂ.